ഐ വാസ് ഇൻ ഹോം. യു ഈറ്റ് ബിരിയാണി. അത് നിങ്ങൾ ബിരിയാണി കഴിച്ചോ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹായ് ഓൾ, ഹൗസ് തിങ്സ് ഗോയിങ്? ഓ നോ, ദാറ്റ്സ് എ റോങ് സെൻറ്റൻസ്. ഇതുപോലെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കോമൺ ആയിട്ടും ഉണ്ടാക്കാറുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ചോദ്യങ്ങളാണ്, പക്ഷേ അത് സില്ലി മിസ്റ്റേക്സ് നമ്മൾ വരുത്താറുണ്ട്. അങ്ങനത്തെ ചില സെൻറ്റൻസസ് നോക്കിയാലോ? ഇപ്പോൾ പറയുന്ന പോലെ ഹൗ ഇസ് തിങ്സ് ഗോയിങ്, അതെന്താണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്? എന്താണ് അത്? നമ്മൾ തിങ്സ് എന്നാണ് പറയുന്നത് അല്ലേ? സോ ഒരുപാട് തിങ്സ് ഉണ്ട്, അതുകൊണ്ട് അവിടെ ആറാണ് വരിക. ഹൗ ഈസ് തിങ്സ് അല്ല, ഹൗ ആർ തിങ്സ് ഗോയിങ്. ഷീ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഇത് ശരിയാണോ? അതെ, അത് മിക്കപ്പോഴും എല്ലാവരും വരുന്ന മിസ്റ്റേക്കാണ്. ഷീ ഡോണ്ട് നോ, ഹീ ഡോണ്ട് നോ അല്ല, ഷീ ഡസൻറ്റ് നോ ആണ്. ഷീ ഡസൻറ്റ് ലൈക്ക് ഐസ്ക്രീം ആണ്, ഷീ ഡോണ്ട് ലൈക്ക് അല്ല. അപ്പോൾ ഹീ, ഷീ, ഇറ്റ് പേര് വരുമ്പോൾ എപ്പോഴും ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഡു അല്ല, ഡോണ്ട് അല്ല, ഡസ് നോട്ട്. അപ്പം ഷീ ഡസ് നോട്ട് നോ ഇംഗ്ലീഷ് എന്നാണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഹീ ലവ് ഐസ്ക്രീം, അത് ശരിയാണോ? അല്ല, അതെങ്ങനെ ശരിയാവുന്നത്? കാരണം ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഹീ, ഷീ, ഇറ്റ്, ടോം ടോം എന്ന് പറഞ്ഞൊരു പേര്, അത് വരുമ്പോൾ എപ്പോഴും ഡസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലവ് അല്ല, ആ ലവ് എന്താവും? ലവ്സ്. ഹീ ലവ്സ് ഐസ്ക്രീം. ദെൻ ഐ ലൈക്സ് ബിരിയാണി, ഈസ് ദാറ്റ് റൈറ്റ്? അവിടെ എന്താ വരുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഹീ ആയതുകൊണ്ട് ലവ്സ് വന്നു. അപ്പോൾ ഐ ആവുമ്പോഴും ലവ്സ് വരുമോ? ഇല്ല, ലൈക്കാണല്ലേ. ഐ ലൈക്ക് ബിരിയാണി, ഐ ലൈക്സ് ബിരിയാണി എന്നൊരിക്കലും പറയില്ല. അപ്പോൾ ഐ വരുമ്പോൾ എപ്പോഴും ഡു ആണ്, പക്ഷേ ഹീ, ഷീ ഒക്കെ ആണെങ്കിൽ ഡസ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഡിഡ് ദേ ലെഫ്റ്റ്? ഡിഡ് ദേ ലെഫ്റ്റ്, അതിൻ്റെ മലയാളം എന്താ? അവർ പോയോ? അവർ പോയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? അപ്പം പോയോ, ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഡിഡ് ദേ ലെഫ്റ്റ് എന്നൊരിക്കലും ചോദിക്കരുത്, അത് ലീവിൻ്റെ സെക്കൻഡ് ഫോം ആണല്ലേ. അപ്പം ഡിഡ് ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ ഒരിക്കലും വേർബിൻ്റെ സെക്കൻഡ് ഫോം നമ്മൾ യൂസ് ചെയ്യരുത്, ഫസ്റ്റ് ഫോമാണ് എപ്പോഴും വരുള്ളൂ. അപ്പം ഡിഡ് ദേ ലീവ് ഇസ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞാൻ ലൈബ്രറിയിൽ പോയി. ഐ ഗോ ടു ദി ലൈബ്രറി യെസ്റ്റർഡേ, അത് ശരിയല്ലേ? അതെല്ലാവർക്കും വരുന്നൊരു സംഭവമാണ്. എല്ലാവരും ഈ പോവുക, പോയി എന്നുള്ളതൊക്കെ ഗോ ആണ് പറയുക, ഒരിക്കലുമല്ല. പോവുക ഗോ ആണ്, പക്ഷെ പോയി എന്നാകുമ്പം അതിൻ്റെ സെക്കൻഡ് ഫോമാണ് വരിക. എന്താ? വെൻറ്റ് ആണ്. ഐ വെൻറ്റ് ടു ദി ലൈബ്രറി യെസ്റ്റർഡേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോണിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ ഫോൺ കണ്ടില്ല. ഐ ഡിഡിൻറ്റ് സോ യുവർ ഫോൺ. ഓക്കെ, ഐ ഡിഡിൻറ്റ് സോ. ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെ, ഡിഡ് വന്നു, അപ്പോൾ സെക്കൻഡ് ഫോം എന്തിനാണ് അവിടെ? ഒരു സെൻറ്റൻസിൽ ഡിഡ് ഉണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ഫോമാണ്. അപ്പം ഐ ഡിഡിൻറ്റ് സീ, ആരുടെ ഫോൺ ആയിരുന്നു? യുവർ ഫോൺ. ഐ ഡിഡിൻറ്റ് സീ യുവർ ഫോൺ. ഹീ ഡിഡിൻറ്റ് ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞില്ല. അത് ശരിയല്ലേ? അതും സെയിം തന്നെ, ഡിഡ് വന്നു, അപ്പോൾ സെക്കൻഡ് ഫോം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഫോം യൂസ് ചെയ്യുക, അത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ സെക്കൻഡ് ഫോം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞോ ഇല്ലേന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫോം മതി. ഡിഡ് ഹി എന്നായിരുന്നു? ഡിഡ് ഹി ടെൽ? ഡിഡ് ഹി ടെൽ മീ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. എല്ലാവരും പലപ്പോഴും വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, യു ഈറ്റ് ബിരിയാണി. യു ഈറ്റ് ബിരിയാണി, അത് നിങ്ങൾ ബിരിയാണി കഴിച്ചോ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ബിരിയാണി കഴിക്കാറുണ്ടോ. ഓക്കെ, നിങ്ങൾ ബിരിയാണി കഴിക്കാറുണ്ടോ എന്നാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് ഡു യു ഈറ്റ് ബിരിയാണി, നിങ്ങൾ ബിരിയാണി കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമുള്ള ആളാണോ, നിരന്തരം ബിരിയാണി കഴിക്കുന്ന ആളാണോ എന്ന് ചോദിക്കാൻ ഡു യു ഈറ്റ് ബിരിയാണി. കഴിക്കാറുണ്ടോ, ചെയ്യാറുണ്ടോ, ഞാൻ പറഞ്ഞു ഡു അല്ലെങ്കിൽ ഡസ് ആണ്. അപ്പം യു ആയതുകൊണ്ട് അവിടെ ഡു യു ഈറ്റ് ബിരിയാണി. അതുപോലെ ഞാൻ വീട്ടിലായിരുന്നു. ഐ വാസ് ഇൻ ഹോം. ഐ വാസ് ഇൻ ഹോം നമ്മൾ സ്ഥിരമായി നമുക്ക് അറിയുന്ന സ്ഥലങ്ങളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, ഹോം, ഒരു ബസ് സ്റ്റേഷൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇൻ ഉപയോഗിക്കില്ല. അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ എപ്പോഴും അറ്റ് ആണ്. ഐ വാസ് അറ്റ് ഹോം. കാരണം അത് നമുക്ക് കോമൺ ആയി അറിയുന്ന സ്ഥലമാണ്, ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ പറയാനല്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഐ വാസ് അറ്റ് ഹോം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അതുപോലെ വേറെ എന്തായിരുന്നു? ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഐ കോൾ യു ലേറ്റർ. അതിലെന്താ തെറ്റ് വരുന്നതെന്ന് എല്ലാവരും ആലോചിക്കും. അതെന്താ തെറ്റ്? ഐ കോൾ യു ലേറ്റർ. ഐ കോൾ യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കവിടെ തീർച്ചയായിട്ടും വിൽ എന്ന വേർഡ് ഉപയോഗിക്കണം. കാരണം ഞാൻ നിന്നെ പിന്നീട് വിളിക്കാമെന്നാണ് പറയുന്നത്. ഐ വിൽ, ഒരു ഫ്യൂച്ചർ ടെൻസിലേക്കാണ് ആ ക്വസ്റ്റ്യൻ പോകുന്നത്. സോ ഐ വിൽ കോൾ യു ലേറ്റർ. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ പറയുമ്പോൾ എല്ലാവരും വരുത്തുന്നൊരു സെയിം മിസ്റ്റേക്കാണ്, ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ, ഐ ആം കമ്മിങ് ഫ്രം കൊച്ചി. അത് കറക്റ്റാണോ?
അത് ശരിയാണ്. ശ്രുതി പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ ഓർ ഐ ആം കമ്മിങ് ഫ്രം കൊച്ചിൻ എന്നൊക്കെ. സാധാരണയായിട്ട് ഇന്ന് നമ്മൾ വന്നത് കൊച്ചിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വന്നത് തൃശ്ശൂരിൽ നിന്നാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഫ്രം കൊച്ചിൻ എന്ന് പറയുക. പക്ഷേ എൻ്റെ നാട് കൊച്ചിയിലാണ്, ഇന്ന് ഞാൻ വന്നത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ നമ്മൾ പറയുക ഐ കം ഫ്രം തൃശ്ശൂർ ഓർ ഐ ആം ഫ്രം തൃശ്ശൂർ ആൻഡ് ടുഡേ ഐ ആം കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം. സോ കമ്മിങ് ഉപയോഗിക്കുന്നത് ഇന്ന് വന്ന കാര്യം പറയാം. അപ്പോൾ സ്ഥിരമായി നമ്മളുടെ നാട് ഏതാണോ അത് പറയാൻ ഐ ആം ഫ്രം എന്നോ ഐ കം ഫ്രം എന്നോ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ അവൾക്ക് ഇംഗ്ലീഷിൽ നല്ല നോളേജ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഷീ ഹാവ് ഗുഡ് നോളേജ് ഇൻ ഇംഗ്ലീഷ്. അത് പറയുമ്പോൾ നമുക്ക് തെറ്റൊന്നും തോന്നില്ല അല്ലേ? പക്ഷെ അത് കറക്റ്റ് അല്ല. അത് കറക്റ്റ് അല്ല. കാരണം ഷീ ഹി ഇറ്റിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. സോ ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഷീ ഹാസ് എ ഗുഡ് നോളജ് ഇൻ ഇംഗ്ലീഷ്. ഷീ ഹാസ് എ ഗുഡ് നോളജ് ഇൻ ഇംഗ്ലീഷ്. അതുപോലെ സെയിം ഒരു സാധനമാണ് ഹീ ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഹീ ഹാവ് എ മീറ്റിംഗ് ടുഡേ തെറ്റാണല്ലോ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഉണ്ട് എന്നൊരർത്ഥം വരുമ്പോൾ ഹാസ് ആണ്. ഹാസ് ആണ്. ഷീ ഹാസ്, ഹീ ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ് എ മീറ്റിംഗ് ടുഡേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ കോമൺലി എന്നും ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങൾ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ വായിൽ ചിലപ്പോൾ വീണ് പോകും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ താഴെ നമ്മൾ കുറച്ച് സെൻറ്റൻസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സെൻറ്റൻസ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇൻകറക്റ്റ് ആണ്, ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക. സോ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഇത്ര സില്ലി മിസ്റ്റേക്സ് വരുത്തി നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ട്രൈ ടു യൂസ് ഗുഡ് ഇംഗ്ലീഷ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.